പ്രശ്നങ്ങളുണ്ടായിരിക്കും. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി തയ്യാറാകുക, അതല്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധ്യമല്ല. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറല്ല ഞാൻ എന്ന് പറയുന്നവരാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഈ പ്രശ്നങ്ങൾ എത്ര വന്നാലും അത് പരിഹരിച്ച് തരാൻ കഴിയുന്നൊരു ദൈവമുണ്ടൊരു ഹല്ലേലൂയ പറ. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ ഒരു എപ്പിസോഡുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ചില ആളുകളൊക്കെ ആദ്യമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തായിരിക്കാം ബ്ലെസ്സിങ് ടുഡേയുടെ ഈ ഒരു പ്രോഗ്രാം വാച്ച് ചെയ്യാൻ തുടങ്ങിയത്. ഇത് ഓരോ ദിവസവും ബ്രദർ ഡാമിയൻ പ്രത്യേകിച്ച് ഓരോ സബ്ജക്റ്റുകളെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ദൈവവചനത്തെ അടിസ്ഥാനപ്പെടുത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ടീച്ചിങ് ക്ലാസ്സുകളാണ് മോർണിംഗ് ഗ്ലോറി എന്ന പേരിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഈ ഓരോ ടീച്ചിങ്ങുകളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങളും മാറ്റങ്ങളും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ മുന്നോട്ട് കുതിക്കുവാനുള്ള ആവേശവും ശക്തിയും വിശ്വാസവും പ്രത്യാശയും ഒക്കെ നൽകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നമുക്ക് സാധ്യമാക്കി തീർത്ത നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത് ഒരു കോ സ്പോൺസറാണ്. ഒമാനിൽ നിന്ന് അജി ആൻഡ് ലെംനയാണ്. താങ്ക് യു ബ്രദർ അജി ആൻഡ് സിസ്റ്റർ ലെംന. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ജീവിതത്തിൻ്റെ പുനരുത്ഥാനത്തിന് വേണ്ടി, പുനഃസ്ഥാപനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതോടൊപ്പം മാതാപിതാക്കളുടെ നല്ല ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക സ്ഥിരതയുണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിൽ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിങ്ങുകൾ വരികയാണ്. ദ ഗ്യാദറിംഗ് എന്ന പേരിൽ നമുക്ക് 22-ാം തീയതി ബാംഗ്ലൂർ വെച്ചിട്ടാണ് ദ ഗ്യാദറിംഗ് നടക്കുന്നത്. സ്ക്രീനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കാണാം. അപ്പോൾ തന്നെ 23-ാം തീയതി നമ്മുടെ ഗ്യാദറിംഗ് നടക്കാനായിട്ട് പോകുന്നത് നമുക്ക് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ്. കൂടുതൽ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കാണാം. അതോടൊപ്പം തന്നെ 24-ാം തീയതി ഞായറാഴ്ച സ്നേഹമായ തിരുവനന്തപുരത്തുള്ള നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ ചർച്ചിൽ ശുശ്രൂഷിക്കാനായിട്ട് കടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും തിരുവനന്തപുരത്തേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്കും ആരാധനയിലേക്കും ഒക്കെ പ്രവേശിക്കാം. വെൽക്കം ബാക്ക്. പുതിയൊരു മോർണിംഗ് ഗ്ലോറി വീക്ക് ആരംഭിക്കുന്നു. സോ എക്സൈറ്റഡ്. ഈ ആഴ്ചയിൽ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് പല കാര്യങ്ങൾ ചെയ്യും. രാവിലെ തോറും തൻ്റെ ദയ പുതിയതാകുന്നു. ബ്രാൻഡ് ന്യൂ mercies. His mercies are new every morning. Brand new every morning. അപ്പം നമുക്ക് ഒരുമിച്ച് മെയ് 18 മൺഡേ, ആർ യു റെഡി? നിങ്ങൾ ഡയറി എടുക്കുക, തുറക്കുക. അതിൽ ഫോക്കസ് വേർഡ് കൊടുത്തിട്ടുണ്ട്, ഡിവൈൻ ഐഡിയാസ്, ദൈവിക ആശയങ്ങൾ. അതിൽ നോക്കുക. ദൈവിക ആശയങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവരും തന്നെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും, ഇപ്പോൾ ലൈവിൽ കാണുന്നവരാകാം, റീപ്ലേ ആകാം, ആരാണെങ്കിലും ഏത് സമയത്താണെങ്കിലും എവിടെ നിന്നാണെങ്കിലും നിങ്ങളത് കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഡിവൈൻ ഐഡിയാസ് അല്ലെങ്കിൽ ദൈവിക ആശയങ്ങൾ എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. സദൃശവാക്യങ്ങൾ 8:12, പ്രോവർബ്സ് 8:12 ആണ് ഇന്നത്തെ ഫോക്കസ് വേഴ്സ്. I, wisdom, dwell with prudence and find out knowledge of witty inventions. എൻ്റെ മലയാളം, ജ്ഞാനമെന്ന ഞാൻ സൂക്ഷ്മബുദ്ധിയോടൊപ്പം വസിക്കുന്നു, പരിജ്ഞാനവും വകതിരിവും ഞാൻ കണ്ടെത്തുന്നു. അതും നിങ്ങളുടെ ബൈബിൾ ആപ്ലിക്കേഷനിൽ നിന്നും കോപ്പി ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഇടുന്നത് നല്ലതായിരിക്കും. ഡെക്ലറേഷൻ നോക്കുക. ദ സ്പിരിറ്റ് ഇൻസ്പയർസ് ക്രിയേറ്റീവ് ഐഡിയാസ്. പരിശുദ്ധാത്മാവ് എനിക്ക് വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആശയങ്ങൾ എനിക്ക് നൽകുന്നു. ഇന്ന് ഇൻ മീ ടുഡേ, ദെൻ ഇന്നോവേഷൻ ബ്രിങ്സ് സൂപ്പർ നാച്ചുറൽ എക്സ്പാൻഷൻ. അതുപോലെ തന്നെ ദൈവം എനിക്ക് നൽകുന്ന ആ പുതിയ ആശയങ്ങൾ എനിക്ക് അസാധാരണമായ വിശാലത കൊണ്ടുവന്ന് തരുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ ഈ ബുക്കിൽ നിന്ന്, ആ പേജിൽ നിന്ന് ഫോളോ ചെയ്ത് എല്ലാവരും എഴുതണേ. ദൈവികാശയങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. 4 കാര്യങ്ങൾ പറയാൻ പോകുന്നു പതിവ് പോലെ. നമ്പർ 1, ഗാഡ് ഈസ് എ സോഴ്സ് ഓഫ് ഇൻസ്പയർഡ് ഐഡിയാസ്. ഇൻസ്പയർഡ് ഐഡിയാസ് എന്ന് പറയുമ്പോൾ ദൈവത്താൽ പ്രചോദിതമായ ആശയങ്ങളുടെ ഉറവിടം
അല്ലെങ്കിൽ പ്രചോദിതമായ ആശയങ്ങളുടെ ഉറവിടം ദൈവമാകുന്നു. അല്ലെങ്കിൽ വളരെ ഇൻസ്പിറേഷനോടുകൂടി ഒരു ആശയം നമ്മുടെ അകത്ത് വരുവാണെങ്കിൽ അത് ദൈവമാണ് അതിൻ്റെ ഉറവിടം. സദൃശവാക്യങ്ങൾ 8 ഈ വിസ്ഡം അല്ലെങ്കിൽ ജ്ഞാനത്തെ പേഴ്സോണിഫൈ ചെയ്തിരിക്കുകയാണ്. ഒരു വ്യക്തിയെപ്പോലെ സങ്കല്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ജ്ഞാനത്തെ ഒരു വ്യക്തിയായി പേഴ്സോണിഫിക്കേഷൻ എന്നൊരു കാര്യം ലിറ്ററേച്ചറിലൊക്കെ ഉണ്ട്. അതായത് ക്വാളിറ്റീസിനെ, ഏതെങ്കിലും ആശയങ്ങളൊക്കെ ഒരു വ്യക്തിയായി സങ്കല്പിച്ച് പറയുക. അപ്പം അങ്ങനെ ജ്ഞാനത്തെ ഒരു വ്യക്തിയാക്കിയിരിക്കുകയാണ്. അതിനെ ആക്റ്റീവായി വളരെ സജീവമായി പ്രവർത്തിക്കുന്ന, ക്രിയേറ്റീവായി പ്രവർത്തിക്കുന്ന, പ്രായോഗികമായ ഒരു കാര്യമായിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ശരിക്കുള്ള ട്രൂ ഇന്നോവേഷൻ ഡിഡ് നോട്ട് ബിഗിൻ ഇൻ ബോർഡ് റൂംസ്, ഇറ്റ് ബിഗാൻ ഇൻ ഗോഡ്. ശരിക്കുള്ള മുന്നേറ്റത്തിനുള്ള ആശയങ്ങൾ ഏതെങ്കിലും ബോർഡ് മീറ്റിംഗ് കൂടുമ്പോൾ, കൗൺസിൽ കൂടുമ്പോൾ, അല്ലെങ്കിൽ ആളുകൾ പ്ലാനിംഗ് ടീം ഇരിക്കുമ്പോൾ വരുന്നതല്ല. ശരിക്കും സകലത്തെയും മാറ്റിമറിക്കുന്ന ആശയങ്ങളുടെ ഉറവിടം ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം നോക്കുക. ജെനസിസ് 1 റിവീൽസ് എ ക്രിയേറ്റർ ഹൂ ഫോംസ്, ഓർഡേഴ്സ് ആൻഡ് ഡിസൈൻസ്. ദൈവത്തെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവത്തെ പരിചയപ്പെടുത്തുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയുള്ളൊരു സൃഷ്ടാവിനെയാണെന്നറിയാമോ? രൂപീകരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാത്തിനെയും ക്രമമാക്കി നിർത്തുന്ന, അതുപോലെ ഡിസൈൻ ചെയ്യുന്ന, രൂപകൽപ്പന ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ഉൽപ്പത്തി 1-ൽ നമ്മൾ കാണുന്നത്. ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 5, യാക്കോബിൻ്റെ ലേഖനം 1:5 നമ്മൾ കാണുന്നത്, ഇഫ് എനി ഓഫ് യു ലാക്സ് വിസ്ഡം ആസ്ക് ഗോഡ്. ഈ മോർണിംഗ് ഗ്ലോറിയിൽ ഒത്തിരി പ്രാവശ്യം ജ്ഞാനത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാറുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞു. അതിൽ ഇഫ് എനി ഓഫ് യു ലാക്സ് വിസ്ഡം, ജ്ഞാനം ആർക്കെങ്കിലും കുറവാകുന്നുവെങ്കിൽ ആസ്ക് ഗോഡ്, ദൈവത്തോട് ചോദിക്കുക. നിങ്ങൾ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ജ്ഞാനം കുറവാണെന്ന്? ദൈവത്തോട് ചോദിച്ചാൽ മതി. നമുക്കെല്ലാവർക്കും കുറവാണ്. നമ്മളെല്ലാവരും ജ്ഞാനത്തിൽ കുറവുള്ളവരാണ്. എന്നാൽ ദൈവത്തെ നമ്മൾ വിളിക്കുന്നൊരു പേരുണ്ട്, സർവജ്ഞാനി, ഒംനീഷ്യൻറ്റ്. സർവജ്ഞാനി, സർവവും അറിയുന്നവൻ. വളരെ ജ്ഞാനിയായൊരു മനുഷ്യൻ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ വാ പൊളിച്ചിരുന്ന് ഇങ്ങനെ കേൾക്കും, വാട്ട് ഈസ് ദിസ്? കാരണം അത്രത്തോളം നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റും. ഇതുപോലെയാണ് ദൈവം സംസാരിക്കുമ്പോൾ. ഈ ദൈവത്തിൻ്റെ വചനം മുഴുവൻ, ബൈബിൾ എന്ന് പറയുന്നത് മുഴുവൻ ജ്ഞാനം നിറഞ്ഞിരിക്കുകയാണ്. ശരിയല്ലേ? ജ്ഞാനം നിറഞ്ഞിരിക്കുകയാണ് ബൈബിൾ. സോ നമ്മൾ ദൈവത്തിൽ നിന്ന് കേൾക്കണം, അല്ലെങ്കിൽ ആ ദൈവത്തോട് ചോദിക്കണം. എല്ലാം അറിയുന്ന ദൈവത്തോട് നമ്മൾ ചോദിക്കണം. ഭൂതകാലം അറിയാം, വർത്തമാനകാലം അറിയാം, ഭാവികാലം അറിയാം. ഇതെല്ലാം അറിയുന്ന ദൈവത്തോട് നമ്മൾ ജ്ഞാനത്തിന് വേണ്ടി ചോദിച്ചാൽ അത് കർത്താവ് തരും. ഡാനിയൽ 2:21, ദാനിയേലിൻ്റെ പുസ്തകം 2:21, ഹി ഗിവ്സ് വിസ്ഡം ആൻഡ് നോളജ്. അവൻ ജ്ഞാനവും പരിജ്ഞാനവും നൽകുന്നവനാണ്. ഡിവൈൻ ഐഡിയാസ് ആർ ഹെവൻസ് ആൻസേഴ്സ് എൻറ്ററിങ് എർത്തലി സിറ്റുവേഷൻസ്. ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആശയങ്ങൾ, കോൺസെപ്റ്റുകൾ, അത് ഭൂമിയിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്നും ലഭിക്കുന്ന ഉത്തരങ്ങളാണ്. നമ്മൾ ഭയങ്കര പ്രശ്നത്തിൽ കിടക്കുകയാണ്. ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരും? നമുക്ക് അറിഞ്ഞുകൂടാ. എങ്ങനെ പുറത്തു വരും എന്ന് അറിഞ്ഞുകൂടാ. സോ അതിനുവേണ്ടി ദൈവം സ്വർഗത്തിൽ നിന്ന് നൽകുന്ന ഉത്തരമാണ് ആശയങ്ങൾ. വാവ്! ഞാൻ വിശ്വസിക്കുകയാണ് ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി കണ്ടു കഴിയുമ്പോൾ അതങ്ങ് ഓപ്പൺ ആകട്ടെ എല്ലാവർക്കും വേണ്ടി. മനസ്സിൽ, ഹൃദയത്തിൽ ഒക്കെ ഓപ്പണായി വരട്ടെ. ഓപ്പണായി വരട്ടെ? ദൈവിക ആശയങ്ങളുടെ ഫ്ലോ. ഈ ചില പർവ്വതങ്ങളുടെയൊക്കെ മുകളിൽ ഉറവുകളുണ്ടായിരിക്കും, പക്ഷെ നമുക്ക് കാണാൻ സാധ്യമല്ല, മറഞ്ഞിരിക്കുക. അകത്ത് ഉറവുകൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. പക്ഷെ ആ ഉറവുകൾ മുകളിൽ ഇങ്ങനെ ആ ഉറവുകൾ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മൗണ്ടൻ്റെ അകത്തുകൂടി തന്നെയുള്ള ഒത്തിരി പാറകളുടെ ഇടയിലൂടെയുള്ള ക്രാക്കുകളിലൂടെ അല്ലാതെ ഒഴുകിയിട്ട് താഴ്വരയിൽ കുറേ സ്ഥലങ്ങളിൽ ഉറവുകളുണ്ടാവും. പക്ഷെ തുടക്കം എവിടെയാണ്? മുകളിലുള്ള ഉറവ് അവിടെ ഫങ്ഷൻ ചെയ്യുന്നത് നിമിത്തം നമ്മൾ കാണുന്നില്ല. താഴ്വാരങ്ങളിൽ
ഒത്തിരി ഉറവുകൾ ഓപ്പണാവും. ഇതുപോലെയാണ് ദൈവത്തിൽ നിന്ന് ഉയരത്തിൽ ദൈവം നൽകുന്ന ചില കോൺസെപ്റ്റുകൾ, ആശയങ്ങൾ, ഇതെല്ലാം നമുക്ക് താഴെ ഭൂമിയിൽ ഒത്തിരി ഉറവുകൾ ഉണ്ടാകാൻ കാരണമാകും, ആശയങ്ങൾ ഉണ്ടാകാൻ കാരണമാകും. ഇങ്ങനെയാണ് ദൈവികമായ ആശയങ്ങൾ പ്രവർത്തിക്കുക. എത്ര പേർക്ക് വേണം? എല്ലാവരും ഒന്നുകൂടെ ടൈപ്പ് ചെയ്യുക. ദൈവികമായ ആശയങ്ങൾ, ഡിവൈൻ ഐഡിയാസ്. ഐ വാണ്ട് ഡിവൈൻ ഐഡിയാസ്. ടൈപ്പ് ചെയ്യുക. എനിക്ക് ദൈവികമായ ആശയങ്ങൾ ആവശ്യമാണ്, എനിക്ക് വേണം. പറ, പ്രാർത്ഥിക്കുക. പ്രൈസ് ഗോഡ്. നമ്പർ 2, ഡിവൈൻ ഐഡിയാസ് സോൾവ് റിയൽ പ്രോബ്ലംസ്. യഥാർത്ഥ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് ദൈവികമായ ആശയങ്ങളാണ്. മനുഷ്യജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളായിരിക്കുന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എന്താണ്? ദൈവികമായ ആശയങ്ങളാണ്. ഞാൻ ഈ ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ബുക്കുണ്ട്. ഇവിടെ ഉണ്ടോ എന്നറിയില്ല, ഇവിടെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ബ്രേക്കിംഗ് ബാരിയേഴ്സ്, അതിൻ്റെ മലയാളമുണ്ട്. അതിൻ്റെ മലയാളത്തിൻ്റെ പേര് തടസ്സങ്ങളെ തകർക്കുക. ഇതാ എൻ്റെ കയ്യിലിരിപ്പുണ്ട്, ബ്രേക്കിംഗ് ബാരിയേഴ്സ്. ഈ പുസ്തകത്തിൽ ഇത് എത്ര പേര് വായിച്ചിട്ടുണ്ട്? വായിച്ചിട്ടുള്ളവരൊന്ന് കമൻറ്റ് സെക്ഷനിൽ ഇടാമോ? ഐ ഹാവ് റെഡ് ബ്രേക്കിംഗ് ബാരിയേഴ്സ്. തടസ്സങ്ങളെ തകർക്കുക പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എൻ്റെ കയ്യിലുണ്ടെന്നെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യും. ഒത്തിരി പേര് മേടിച്ച് വെച്ചാലും വായിക്കില്ല. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ വായിച്ചു വരുമ്പോൾ, അതായത് ചാപ്റ്റർ 1, ചാലഞ്ചിങ് ദ ബാരിയേഴ്സ്, തടസ്സങ്ങളെ വെല്ലുവിളിക്കുക എന്ന് പറയുന്നൊരു അധ്യായമുണ്ട്. അതിൽ ടക്കേഷീസ് കാസിൽ എന്ന് പറയുന്ന ഒരു അനാലജി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരുപക്ഷെ ടി വിയിലൊക്കെ കണ്ടാണ്, ഒരു പ്രത്യേക ഷോ ആണ് ടക്കേഷീസ് കാസിൽ. ഒത്തിരി വൈതരണികളെ, തടസ്സങ്ങളെ തകർത്ത് മുന്നേറുന്ന ഒരാൾക്ക് ഏറ്റവും അവസാനം ഒരു പ്രൈസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നെമ എമിയൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഞാൻ ഈ കുട്ടികളുടെ ചാനലിൽ ഇത് വെച്ച് കൊടുക്കും. ഞാൻ കൂടെ ഇരിക്കുന്ന സമയത്ത് ഇത് കാണാം. ഓരോരോ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻസിലൂടെ ആയിരിക്കും അത് പോകുന്നത്. ഒരു ബ്രിഡ്ജ് പോലെ, ഇവിടെ ഒരു അറ്റം, അതിനുശേഷം അപ്പുറത്തൊരറ്റം, തൂങ്ങി ആടി അപ്പുറത്തേക്ക് കിടക്കണം. താഴെ വെള്ളമാണ്. സോ ഇങ്ങനെയുള്ള അത് ഒരെണ്ണം കഴിയുമ്പോൾ അടുത്തത്, അത് കഴിയുമ്പോൾ അടുത്തത്. ഒരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യ ജീവിതം ഇങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം കഴിഞ്ഞ് സാക്ഷ്യം പറഞ്ഞു, അതിന് ഭയങ്കരമായ വിടുതലൊക്കെ ഉണ്ടായി, നമ്മളതിന് സാക്ഷ്യം പറഞ്ഞു. അത് ഒരുവിധം തീർന്നൊന്ന് ആശ്വസിച്ച് വരുമ്പോഴേക്കും അടുത്തൊരു പ്രശ്നങ്ങളെ നമുക്ക് തിരമാലകളോട് ഉപമിക്കാം. തിരമാലകളുടെ പ്രത്യേകത, ഒരു തിരമാല ഇങ്ങനെ അടിച്ച് ബീച്ചിൽ വന്ന് അടിച്ചങ്ങ് കഴിയുന്നതിൻ്റെ, അത് വലിയുന്നതിൻ്റെ പുറകെ അടുത്തത് വന്ന് അടിച്ചിരിക്കും. അപ്പോൾ ചിലരൊക്കെ വന്ന് പറയും, ബ്രദറെ പ്രാർത്ഥിക്കും. ഒരു പ്രശ്നം മാറുമ്പോൾ അടുത്ത പ്രശ്നം, ഒരു പ്രശ്നം മാറുമ്പോൾ അടുത്ത പ്രശ്നം. അപ്പം ഞാൻ എൻ്റെ ഉള്ളിൽ പറയും, അത് തന്നെയാണ് എൻ്റെയും ജീവിതം. അത് അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരോട് പറഞ്ഞു, അയ്യോ ബ്രദറും ഇങ്ങനെ തന്നെയാണെന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട, അത് ഞാൻ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാം എന്നായിപ്പോവും. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ ഒന്നിന് പിറകെ ഒന്നായി നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. സുവിശേഷങ്ങൾ വായിക്കണം, 4 വായിച്ചു. ബൈബിളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ തരുന്ന ഹോംവർക്ക് ഒന്ന് ചെയ്യാമോ? സുവിശേഷങ്ങൾ വായിക്കുക, എന്നിട്ട് യേശു അനുഭവിച്ച പ്രശ്നങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. 1, യേശു അനുഭവിച്ച ആദ്യത്തെ പ്രശ്നം പ്രീനേറ്റൽ എന്ന് വെച്ചാൽ ജനിക്കുന്നതിന് മുമ്പേ പ്രശ്നം തുടങ്ങിയിരുന്നു. യേശു ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഡിവോഴ്സ് നടക്കാൻ പോവുക, ജനിക്കുന്നതിന് മുമ്പ് തന്നെ അപ്പനമ്മമാർ തമ്മിൽ പിരിയാൻ പോവുക. എൻഗേജ്മെൻറ്റ് ബെട്രോത്തിലേ കഴിഞ്ഞിട്ടുള്ളൂ, പക്ഷേ യഹൂദന്മാർക്ക് അത് വിവാഹം കഴിഞ്ഞ പോലെ തന്നെയാണ്. അതിനൊരു വിവാഹമോചനം പോലത്തെ ഒരു പരിപാടിയിലൂടെ പോകണം. അതുകൊണ്ടാണ് ഗൂഢമായി യേശുവിൻ്റെ അമ്മയെ ഉപേക്ഷിക്കുവാൻ തൻ്റെ വളർത്തു പിതാവ് എല്ലാ പ്ലാനും റെഡിയാക്കി. പെട്ടെന്നാണ് ഒരു സ്വപ്നം കണ്ട് അദ്ദേഹം പ്ലാനുകൾ മാറ്റിയത്. സോ യേശു ജനിക്കുന്നതിന് മുമ്പേ പ്രശ്നം തുടങ്ങി. യേശു ജനിക്കുന്നതിന് മുമ്പെന്ന് പറയും എപ്പോൾ തുടങ്ങിയെന്നറിയാമോ? ഒത്തിരി പണ്ട്, ഉൽപ്പത്തി പുസ്തകം 3:15 യേശു ജനിക്കുമെന്നുള്ള വാഗ്ദത്തം വന്ന ആ സമയം തുടങ്ങി ഈ ഭൂമിയിൽ പ്രശ്നം തുടങ്ങി, വരുത്താതിരിക്കാൻ. സോ അതിനുശേഷം യേശു ജനിച്ച ശേഷമുള്ള പ്രശ്നങ്ങൾ അറിയാലോ. ഹെരോദാവ് എല്ലാവരെയും കൊന്നുകളയുന്നു, കുഞ്ഞുങ്ങളെല്ലാം കൊന്നുകളയുന്നു, ആൺകുട്ടികളെ, എന്തെല്ലാം പ്രശ്നങ്ങൾ. അതിനുശേഷം മരണം വരെ ഉള്ള പ്രശ്നങ്ങൾ. യേശു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് ഇവിടുന്ന് പോയി. ഇന്നും അവനെതിരെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ തീർന്നിട്ടില്ല. പിന്നല്ലേ നമ്മുടെ അവസ്ഥ?
അതുകൊണ്ട് നമുക്കാർക്ക് എക്സ്ക്യൂസ് ഒന്നുമില്ല. പ്രശ്നങ്ങളുണ്ടായിരിക്കും. അതിനുവേണ്ടി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി തയ്യാറാകുക. അതല്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധ്യമല്ല. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ തയ്യാറല്ല ഞാൻ എന്ന് പറയുന്നവരാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഈ പ്രശ്നങ്ങൾ എത്ര വന്നാലും അത് പരിഹരിച്ച് തരാൻ കഴിയുന്നൊരു ദൈവം കൊണ്ടൊരു ഹല്ലേലൂയ പറ. ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ചായിരുന്നു. ഈ പ്രശ്നങ്ങൾ എത്ര വന്നാലും അതിനെ അഭിമുഖീകരിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ഫിലിപ്പി ലേഖനം 4:13 പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും പ്രാപ്തനാകുന്നു. ഹല്ലേലൂയ. അപ്പോൾ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം പ്രാക്ടിക്കൽ ആൻസേഴ്സ് തരും. ഇത് പറയാനാണ് ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു വന്നത്. വിസ്ഡം ഈസ് നോട്ട് അബ്സ്ട്രാക്റ്റ് ഫിലോസഫി. ജ്ഞാനം എന്ന് പറയുന്നത് എന്തോ ഒരു തത്വചിന്ത പോലെ കിടക്കുന്നൊരു സാധനമൊന്നുമല്ല. ഇറ്റ് പ്രൊഡ്യൂസസ് പ്രാക്ടിക്കൽ സൊല്യൂഷൻസ് ആൻഡ് ആൻസേഴ്സ്. ദൈവികമായ ജ്ഞാനം, ദൈവത്തിൽ നിന്ന് ഉള്ള ജ്ഞാനത്തിൻ്റെ പ്രത്യേകത പ്രായോഗികമായ ഉത്തരങ്ങൾ അത് തന്നിരിക്കും. ജോസഫ് റിസീവ്ഡ് സ്ട്രാറ്റജി ഫോർ ഫാമിൻ. ഈ ജോസഫിൻ്റെ പ്രത്യേകത, ജോസഫ് റിസീവ് സ്ട്രാറ്റജി ഫോർ ഫാമിൻ. യോസഫ് ഒരു ക്ഷാമകാലം, അത് നേഷൻ വൈഡ്, രാജ്യത്തെ മൊത്തം ഉണക്കിക്കളയുന്ന, രാജ്യത്തെ മൊത്തം ഞെരുക്കുന്ന, തകർക്കുന്ന ഒരു ക്ഷാമം വന്നപ്പോൾ ഒരൊറ്റ മനുഷ്യൻ്റെ അകത്ത് ദൈവം കൊടുത്ത ഡിവൈൻ ഐഡിയാസ് നിമിത്തം, സ്വപ്നത്തിലൂടെയാണ് വന്നത്, അത് നിമിത്തം രാജ്യം മൊത്തം രക്ഷപ്പെട്ടില്ല. ആ രാജ്യം മാത്രമല്ല, ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്നു. ഭയങ്കരമായൊരു ഒരു 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 ക്ഷാമമായിരുന്നില്ലേ അത്. നോവ റിസീവ്ഡ് ഡിസൈൻ ഫോർ ദി ആർക്ക്. ഭൂമിയെ മൊത്തം നശിപ്പിക്കുന്ന ജലപ്രളയം വരുമ്പോൾ അതിന് മുമ്പൊരു സൊല്യൂഷൻ. അതെന്തായിരുന്നു? പെട്ടകം. അതൊരാശയമാണ്, തൻ്റെ അകത്ത് വന്നൊരാശയമാണ്. ഞാൻ ചിലരോട് പറയുന്നു, ചിലരെ മുക്കിക്കളയുന്ന, കൊന്നുകളയുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ മുകളിലൂടെ ഫ്ലോട്ട് ചെയ്ത് ഒഴുകി നടക്കാൻ സുരക്ഷിതമായിരിക്കുമുള്ള ആശയങ്ങൾ ഇത് കാണുന്ന ചില കുടുംബനാഥന്മാർക്ക്, കുടുംബാംഗങ്ങൾക്ക് കർത്താവ് തരും. പ്രൈസ് ഗോഡ്. ഞാൻ ആ കൂട്ടത്തിലൊന്ന് കടത്തി പറയാം. ഇത് കാണുന്ന ചില ദൈവദാസന്മാർ കാണും, ശുശ്രൂഷകരൊക്കെ കാണും. നിങ്ങൾക്കും പലതും ചുറ്റിലും പരാജയപ്പെടുമ്പോൾ നിലനിൽക്കുന്ന ചില ആശയങ്ങൾ സഭാ നടത്തിപ്പിന് വേണ്ടി, ശുശ്രൂഷകൾക്ക് വേണ്ടി കർത്താവ് തരും. കൈയുയർത്തി പ്രാർത്ഥിച്ച്, കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, എല്ലാ കുടുംബങ്ങൾക്കും സഭകൾക്കും അതുണ്ടാകട്ടെ. മോശയുടെ കാര്യം എടുത്താൽ, മോസസ് റിസീവ്ഡ് പാറ്റേൺസ് ഫോർ ദ ടാബർനാക്കിൾ. ഒരു സമാഗമന കൂടാരത്തിനുള്ള പാറ്റേൺ, ബ്ലൂ പ്രിൻ്റ് കിട്ടി. അപ്പോൾ എഴുതി വെക്കേണ്ട ചില വാക്യങ്ങൾ പറയാം, ജസ്റ്റ് പിന്നീട് വായിച്ചാൽ മതി. ഉൽപ്പത്തി പുസ്തകം 41:33 മുതൽ 36 വരെ, അവിടെയാണ് ജോസഫിൻ്റെ കഥ. പുറപ്പാട് പുസ്തകം 31:3 മുതൽ 5 വരെ ബെസലേലിൻ്റെ ജ്ഞാനത്തിൻ്റെ ആത്മാവിൽ നിറയ്ക്കുന്ന ഭാഗമാണത്. ഇനി സഭാപ്രസംഗി 10:10 സ്കിൽ ബ്രിങ് സക്സസ്. പ്രത്യേകമായ നൈപുണ്യങ്ങൾ വലിയ ജയത്തെ കൊണ്ടുവരും എന്ന് കാണും. നമ്പർ 3, ഡിവൈൻ ഐഡിയാസ് റിക്വയർ പ്രൂഡൻസ് ആൻഡ് പ്രിപ്പറേഷൻ. ഈ ദൈവിക ആശയങ്ങൾ കിട്ടിയാൽ പോരാ, ഒത്തിരി പേർക്കും ലഭിക്കുന്ന ആശയങ്ങൾ പാഴായി പോവുകയാണ്. പക്ഷേ ദൈവിക ആശയങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നത് വളരെ ബുദ്ധി വൈഭവത്തോടുകൂടെ ഉള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ആശയങ്ങൾ കിട്ടിയാൽ പോരാ, ആ ആശയങ്ങളെ ബേസ് ചെയ്ത് ചില തയ്യാറെടുപ്പുകൾ നടത്തുകയും വേണം. കാരണം വിസ്ഡം ഡ്വെൽ വിത്ത് പ്രൂഡൻസ്. സൂക്ഷ്മബുദ്ധിയോടുകൂടിയാണ് ഞാൻ വസിക്കുന്നത്. ജ്ഞാനം വസിക്കുന്നത് സൂക്ഷ്മബുദ്ധിയോടുകൂടിയാണ്. അവർ കൂടപ്പിറപ്പുകളെ പോലെ ഒരുമിച്ച് കിടന്നുറങ്ങും, ഒരുമിച്ച് നടക്കും. എല്ലാവരും ഒന്ന് പറഞ്ഞ് സൂക്ഷ്മബുദ്ധി. ഞാൻ സാധാരണ പറയാറുള്ളൊരു കാര്യമാണ്, ചില സമയത്ത് ഉറങ്ങാൻ കിടക്കുമ്പോൾ, ചില സമയത്ത് എഴുന്നേൽക്കുമ്പോൾ, ചില സമയത്ത് സ്വപ്നത്തിൽ, ചില സമയത്ത് വണ്ടി ഓടിക്കുമ്പോൾ, ചില സമയത്ത് കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ചില നല്ല ആശയങ്ങൾ ഇങ്ങനെ അകത്തോട്ട് വരും. ചിലപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും. ഉടൻ തന്നെ അത് നോട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ അത് മിസ്സാകാൻ ചാൻസ് ഉണ്ട്. ഞാൻ ചെയ്യുന്ന രീതികൾ, ഒന്നുകിൽ എൻ്റെ മൊബൈലിൽ നോട്ട്സിൻ്റെ ഭാഗത്ത് അത് ടൈപ്പ് ചെയ്യും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് വോയിസ് റെക്കോർഡ് ചെയ്ത് വയ്ക്കും. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ തലയിൽ നിന്ന് തന്നെ മാഞ്ഞു പോകും. സോ ക്രിയേറ്റിവിറ്റി വിത്തൗട്ട് പ്രൂഡൻസ് ബിക്കംസ് കെയോസ്. നമുക്ക് നല്ല ആശയങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, ഐഡിയാസ് വരുന്നുണ്ട് അകത്ത്, പക്ഷേ അതോടൊപ്പം സൂക്ഷ്മബുദ്ധി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ആകപ്പാടെ
അതൊരു കയോട്ടിക് സിറ്റുവേഷനിലേക്ക്, ആശയക്കുഴപ്പത്തിലേക്ക് പോകും. ഐഡിയാസ് നീഡ് സ്ട്രക്ചർ, ടൈമിംഗ് ആൻഡ് സ്റ്റുവർഷിപ്പ്. ആശയങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നല്ല രീതിയിൽ സ്ട്രക്ചർ ചെയ്യാൻ, ഘടനാപരമായി റെഡിയാക്കണം. കൃത്യസമയത്ത് അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം. നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ വേണം. വാക്യങ്ങൾ പറയാം, എഴുതുക. സദൃശ്യവാക്യങ്ങൾ 21:5. ദ പ്ലാൻസ് ഓഫ് ദി ഡിലിജൻറ്റ് ലീഡ് ടു പ്രോഫിറ്റ്. നല്ല ബുദ്ധിയോടുകൂടെയുള്ള മനുഷ്യൻ, അല്ല കഠിനാധ്വാനിയ ഒരു മനുഷ്യൻ്റെ പ്ലാനുകൾ വലിയ ലാഭം ഉണ്ടാക്കും. ലൂക്കോസ് 14:28 എഴുതി വെക്കുക. 1 കൊരിന്ത്യർ 14:40 എഴുതി വെക്കുക. ഇവിടെയെല്ലാം ഓർഡറിനെ കുറിച്ചും അതുപോലെ ഇരുന്ന് പ്ലാൻ ചെയ്യുന്നതിനെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ വിസ്ഡം ഗിവ്സ് ഐഡിയാസ്. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്യുക. വിസ്ഡം ഗിവ്സ് ഐഡിയാസ്. ജ്ഞാനം ആശയങ്ങൾ നൽകുന്നു. നമ്മുടെ അകത്ത് ജ്ഞാനത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ പുതിയ പുതിയ ആശയങ്ങൾ കിട്ടും. പ്രൂഡൻസ് ഷോസ് ഹൗ ടു ഇംപ്ലിമെൻറ്റ് ദം. പ്രൂഡൻസ്, ആ സൂക്ഷ്മ ബുദ്ധി ഉണ്ടെങ്കിൽ അത് എങ്ങനെ ഇതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്നുള്ളത് വരുന്നു. ഇപ്പോൾ ഗവൺമെൻറ്റിലൊക്കെ ഒത്തിരി പ്ലാനുകൾ പലരും കൊണ്ടുവരും, പക്ഷെ പലതും നടക്കാറില്ല. ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആളില്ല. അതിൻ്റെ ഉദ്ഘാടനമൊക്കെ നടക്കുമെങ്കിലും പലതും ഇടയ്ക്ക് വെച്ച് നിന്ന് പോകും. നമ്പർ 4, ഡിവൈൻ ഐഡിയാസ് മസ്റ്റ് ബി ആക്റ്റഡ് അപ്പോൺ. ദൈവിക ആശയങ്ങൾ ലഭിച്ചാൽ അതിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കണം. എഴുതി വെക്കുക. ദൈവിക ആശയങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ പ്രവർത്തിച്ചേ പറ്റൂ. Many people receive thoughts, they never develop. ഒത്തിരി പേരുടെ അകത്ത് ഇതുപോലെ ആശയങ്ങൾ വരുമെങ്കിൽ അതിനെ ഡെവലപ്പ് ചെയ്യില്ല. അതിനെ വീണ്ടും എക്സ്പ്ലോർ ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ച്. ഈ കാലത്താണെങ്കിൽ നമുക്ക് ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട്. പഴയതുപോലെയല്ല. പഴയ കാലത്തൊരു ആശയം വന്നാൽ അതിനെക്കുറിച്ചൊന്ന് പഠിക്കണമെങ്കിൽ അതിനെ പറ്റിയ പുസ്തകങ്ങളോ കാര്യങ്ങളോ സെർച്ച് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ലൈബ്രറിയിൽ മെമ്പർഷിപ്പ് എടുത്ത് അവിടെ പോയി അതിന് പറ്റിയ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി പുസ്തകമെടുത്ത് അത് വായിച്ച് അതിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊണ്ട് അങ്ങനെയൊക്കെ പോകണം. ഇന്നൊന്നുമില്ല. നമ്മുടെ ഫിംഗർ ടിപ്പിൽ, നമ്മുടെ മൊബൈൽ എടുത്താൽ ഫിംഗർ ടിപ്പിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് ഗൂഗിളുണ്ട്, ഇല്ലേ? ഇതുപോലുള്ള സെർച്ച് എഞ്ചിനുകളുണ്ട്. കൂടാതെ യൂട്യൂബുണ്ട്, പലതുമുണ്ട്. അത് കൂടാതെ ഏറ്റവും ആധുനികമായ ചാറ്റ് ബോട്ടുകൾ, AI പ്ലാറ്റ്ഫോമുകളെല്ലാം ഉണ്ട്. വളരെ പെട്ടെന്ന് ഫിംഗർ ടിപ്പിൽ നമുക്ക് ആശയങ്ങളെ ഡെവലപ്പ് ചെയ്യാനും അതിനെ റിസർച്ച് ചെയ്യാനും എല്ലാം നമുക്ക് സാധിക്കും. നമുക്ക് ദൈവം തരുന്ന, ജ്ഞാനത്തിൽ തരുന്ന ആശയങ്ങളെ മാറ്റിയിടാതെ അതിനെ വർക്ക് ചെയ്യിപ്പിക്കണം. ഫെയ്ത്ത്ഫുൾ ആക്ഷൻ ടേൺസ് ഇൻസ്പിറേഷൻ ഇൻ ടു ഇമ്പാക്റ്റ്. വളരെ വിശ്വസ്തമായി നമ്മൾ പ്രവർത്തിക്കാൻ തുടങ്ങുവാണെങ്കിൽ നമ്മുടെ അകത്ത് വരുന്ന പ്രചോദനങ്ങൾ, ഇൻസ്പിറേഷനുകൾ വളരെ സ്വാധീനമുളവാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. യാക്കോബിൻ്റെ ലേഖനം 1:22, ബി ഡൂവേഴ്സ് ഓഫ് ദ വേർഡ്. വചനം കേട്ട് ചെയ്യണം. ഹബക്കക്ക് 2:2 ദർശനം എഴുതുന്ന കാര്യം പറയുന്നുണ്ട്. കൊലോസ്യ ലേഖനം 3:23 മുഴുഹൃദയത്തോടെ അത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പലപ്പോഴും ദൈവം പുതിയൊരാശയം തരുന്നതിന് മുമ്പ് ആദ്യം ലഭിച്ച ആശയം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ആദ്യം ഒരു ആശയം നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടി, അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അടുത്തത് വരുന്നത്. ഒരെണ്ണം ബ്ലോക്കായാൽ ബാക്കിയുള്ളതൊന്നും പിന്നെ വരില്ല. ചെയിനായിട്ട് വരേണ്ടതെല്ലാം അവിടെ വെച്ച് നിന്ന് പോകും. ഇപ്പോൾ ഒരാൾ ഒരു വീടിൻ്റെ പ്ലാൻ വരച്ചു. നല്ല പ്ലാൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ പ്ലാൻ, നല്ല ബെഡ്റൂമുകൾ, നല്ല വരാന്ത, ഭയങ്കരമായ കാറ്റും വെളിച്ചവും എല്ലാം വരുന്ന നല്ല ഒരു പ്ലാൻ. പക്ഷേ ഈ പ്ലാൻ എടുത്ത് വളരെ ഭദ്രമായി ആരും കൊണ്ടുപോകാത്ത രീതിയിൽ വീടിനകത്ത് അലമാരയുടെ അകത്തുള്ള സേഫ്റ്റി ലോക്കറിനകത്ത് വെച്ച് പൂട്ടിവെച്ചാൽ എന്തെങ്കിലും നടക്കുമോ? ആ പ്ലാൻ എടുത്ത് അതിനെക്കുറിച്ച് പഠിച്ച് അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് ഒരു വീട് പണിയുമ്പോഴാണ് അതിന് പ്രയോജനമുള്ളൂ. ഇതുപോലെയാണ് ആശയങ്ങൾ. ദൈവം തരുന്ന ആശയങ്ങൾ എവിടെയെങ്കിലും കൊണ്ട് ലോക്ക് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. അതിനെ വർക്ക് ചെയ്യിപ്പിക്കണം. പ്ലാനുകളുണ്ടെങ്കിൽ അത് കൺസ്ട്രക്ഷൻ സൈറ്റിലെത്തണം. ഇതുപോലെ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആശയങ്ങൾ എക്സിക്യൂഷനിലെത്തണം. അതിനെ പ്രായോഗികമാക്കണം. ദൈവം എല്ലാവർക്കും ശ്രദ്ധിക്കുവാണെങ്കിൽ, ട്യൂൺ ചെയ്യുവാണെങ്കിൽ, ആൻറ്റനകൾ ഉയർത്തിപ്പിടിക്കുവാണെങ്കിൽ ദൈവം എല്ലാവർക്കും ക്രിയേറ്റീവ് ഐഡിയാസ് തരും. ആൻ ഐഡിയ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്ന് പണ്ടൊരു മൊബൈൽ കമ്പനി പറയുമായിരുന്നു. ഒറ്റ ആശയത്തിന് ജീവിതത്തെ മൊത്തം മാറ്റിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ പ്രാർത്ഥിക്കുമ്പോൾ ഐഡിയാസിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ കടഭാരത്തിൽ നിന്നും ഞാൻ എങ്ങനെ പുറത്തു വരും? ആശയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
വിവാഹ ജീവിതം വല്ലാത്തൊരു പ്രതിസന്ധിയിലായിരിക്കാം. പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെ: കർത്താവേ, എനിക്കൊരല്പ ജ്ഞാനത്തോടുകൂടെ ഇതിനെങ്ങനെ ടാക്കിൾ ചെയ്യാം, ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാം, അതിനുള്ളൊരു കൃപ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ടത് ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കുക, ടെസ്റ്റ് ചെയ്യുക. പതുക്കെ പതുക്കെ ബുദ്ധിപൂർവ്വം അത് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൽ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുക. കൈനിട്ട്: കർത്താവെ, ബിസിനസ്സുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബിസിനസ് ഐഡിയാസ് കൊടുക്കണമേ. ശുശ്രൂഷയിലുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു, ആശയങ്ങളങ്ങ് കൊടുക്കണമേ. അതുപോലെ കുടുംബങ്ങളിൽ ഉള്ള കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ആശയങ്ങൾ കർത്താവ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഴയ ഒത്തിരി തലമുറകളായി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആശയങ്ങൾ കൊടുത്ത് അതിന് പുറത്തു വരാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവെ, ഈ സമയത്ത് രോഗികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. രോഗികളായിട്ടുള്ള എല്ലാവരും കൈനീട്ടുക യേശുവിൻ നാമത്തിൽ. ഈ സമയത്ത് ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റായിരിക്കുന്ന ചിലർ, യേശുവിൻ്റെ കരം അടിപ്പിണരുകളാലുള്ള സൗഖ്യം അവർക്ക് ഉണ്ടാകട്ടെ. ഭവനങ്ങളിൽ അതുണ്ടാകട്ടെ. കിടപ്പ് രോഗികളുടെ മേൽ അതുണ്ടാകട്ടെ. ഈ ക്രോണിക് ഡിസീസുകൾ തുടർച്ചയായി അനുഭവിക്കുന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ജനറ്റിക് ഡിസോർഡേഴ്സ് വരെ യേശുവിൻ്റെ നാമത്തിൽ കറക്റ്റഡ് ആകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. ഇൻ ജീസസ് നെയിം, ആമേൻ. നിങ്ങൾ ഇന്ന് കണ്ട ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ടാണ്. ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കണം ഈ പോഡ്കാസ്റ്റ്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ബൈ.